എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു. അവളുടെ കാര്യം ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾക്ക് സർവ്വ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു ഞാനിവിടെ. എന്ന് വെച്ചാൽ നാളെ സമയത്ത് 18 വയസ്സ് കഴിയുമ്പോൾ എൻ്റെ മരുമ. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. നോക്കൂ, കുറച്ച് ദിവസം മുന്നേ വരെ സോഷ്യൽ മീഡിയ വളരെ സ്ട്രോങ് ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കായിരുന്നു ഉദയഗിരിജ. നമ്മുടെ കേസ് നിങ്ങൾക്കൊരു ഇത് എല്ലാവർക്കും അറിയാതിരിക്കാം. പ്രത്യേകിച്ച് ഒരു പക്ഷേ ചിലപ്പോൾ ഈ ഒരു ചാനൽ കാണുന്നവർക്ക് അറിയില്ല എന്ന് വരാം. പക്ഷെ ഞാൻ ഗോപ്രോ റിയാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിലാണ് ഇതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഇട്ടിരുന്നത് കേട്ടോ. നമുക്ക് നമ്മൾ ഈ ഒരു വിഷയത്തിൽ ഫസ്റ്റ് ഇവരുടെ കാര്യങ്ങളൊക്കെ ഒരു എല്ലാവർക്കും അറിയുമല്ലോ അല്ലേ. ഉദയഗിരിജിയും പിന്നെ ജീവമാതാ കാരുണ്യ ഭവൻ, അവർ ആ ഓർഫനേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ കറൻറ്റ് സിറ്റുവേഷൻ വെച്ചിട്ട് കാര്യമായിട്ടുള്ള നടപടിയൊന്നും അവർക്കെതിരെ ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട്സ് വരുന്നത് കേട്ടോ. ഈവൻ മുഖ്യധാര മാധ്യമങ്ങൾ പോലും എനിക്ക് തോന്നുന്നു യൂട്യൂബേഴ്സിൻ്റെ ആ ഒരൊറ്റ കണ്ടിന്യൂസ് ആയിട്ട് അഗ്രസീവായിട്ട് ഒരുപാട് പേര് വീഡിയോസ് ചെയ്തു. എസ്പെഷ്യലി ഷഫീന ബീവി, അവരുടെ വീഡിയോസാണ് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത്. കാരണം അവരാണ് ഇതിനുള്ള ഒരുവിധം ഈ പല ഞെട്ടിക്കുന്ന സത്യങ്ങൾ, നമ്മൾ ശരിക്കും ഞെട്ടിക്കുന്ന രീതിയിലുള്ള കുറേ വെളിപ്പെടുത്തലുകളും കുറേ ആൾക്കാരുടെ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ അവരിലൂടെയാണ് പുറത്ത് വന്നിട്ടുള്ളത്. ഒപ്പം മറ്റേ സന്ധ്യ പല്ലവി, സുറുമി, അങ്ങനെ ഒരുപാട് പേര് ഇതിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വിഷയം ഫസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ഷീ ടോക്സ് ആണ്. പക്ഷേ ഷീ ടോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള അവരിതിനെക്കുറിച്ച് പിന്നീട് സംസാരിച്ചിട്ടില്ല. ഏകദേശം ഷീ ടോക്സിൻ്റെ കൂടെയാണ് യൂഷ്വൽ സൈക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിലും ഇതേ വിഷയം വന്നിട്ടുള്ളത്. ഈ ഷീ ടോക്സും യൂഷ്വൽ സൈക്കോ ആണ് ഫസ്റ്റ് വന്നത്. യൂഷ്വൽ സൈക്കോ ആണ് എനിക്ക് തോന്നുന്നു 1 ലക്ഷം 1.5 ലക്ഷം റീച്ച് കിട്ടിയിട്ടുണ്ട്. ഏകദേശം അന്നത്തെ സിറ്റുവേഷനിൽ ഇവർക്ക് രണ്ടുപേർക്കും ഇനീഷ്യലി ഒരു സപ്പോർട്ടിങ് കമൻസും ഉണ്ടായിരുന്നില്ല. എൻ്റെ സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, ഈ ചാനൽ കാണുന്നവർക്ക് അറിയില്ല. ഞാൻ ആ വിഷയത്തിന് ആദ്യം ഇവരെയാണ് സപ്പോർട്ട് ചെയ്തത്. അതായത് ഞാൻ പറഞ്ഞു എൻ്റെ നിലപാട് ഇത്രയേ ഉള്ളൂ, പ്രൂഫില്ലാതെ നമുക്കതിൽ പറയാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ. കാരണം വെച്ചാൽ അനാഥാലയത്തിലെ പെൺകുട്ടിയും പിന്നെ വിവാഹം കഴിച്ച അവനും ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ കഴിയുന്ന സിറ്റുവേഷനിൽ അത് വേറൊരു രീതിക്ക് ഒരു ബേസ്ലെസ് അലിഗേഷനായി മാറണ്ട എന്നുള്ള കണ്ടീഷനിൽ ഞാനത് വീഡിയോ ചെയ്തിരുന്നത്. എന്തായാലും കാലം എന്നെക്കൊണ്ട് തന്നെ കാര്യങ്ങൾ തിരുത്തി പറയിപ്പിച്ചു. ഞാൻ ഒരു ഈഗോ ഇല്ലാണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ സോറി പറഞ്ഞിട്ട് മാറ്റി പറയുന്ന സിറ്റുവേഷനായി. പിന്നെ അതിനുശേഷം ഇതേക്കുറിച്ചുള്ള ന്യൂസ് വന്നത് മുതൽ നമ്മൾ വളരെ ശക്തമായിട്ട് ഇവരുടെ കൂടെ തന്നെ, അതായത് ആരാണോ ഇത് കാര്യങ്ങൾ പുറത്ത് കൊണ്ടുവരാൻ ഷഫീനയൊക്കെയാണ് മെയിനായിട്ട് വന്നിരുന്നത്, അവരുടെ കൂടെ തന്നെ നിന്നിട്ട് പാരലായിട്ട് വീഡിയോസ് ചെയ്തിരുന്നു. പക്ഷേ 1-2 കാര്യങ്ങളാണ് ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് പോലും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്ന കാര്യം വെച്ചാൽ ആ ഒരു വിഷയം ഞാൻ ഒരു പ്രാവശ്യം എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷഫീന ഈ ഉദയഗിരിജയ്ക്ക് ചെയ്തിട്ടുള്ള ഒരു ഫോൺ കോൾ, ആ ഫോൺ കോളിൽ ഷഫീനെ കുറച്ച് കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. അത് അവർക്കന്ന് ബാക്ക് ഫയർ ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് എന്താ വെച്ചാൽ ഇതൊക്കെ പൊതുജനം കാണുന്നതാണല്ലോ. പിന്നീടെന്ന് വെച്ചാൽ ഇവർ അതിനെടുക്കുന്ന എഫേർട്ടും അവരതിൽ കാണിക്കുന്ന ആ ഒരു ഈ ഒരു കേസിനോട് കംപ്ലീറ്റ് ജസ്റ്റിസ് കാണിച്ചുകൊണ്ടാണ്. കാരണം ഇതിന് പുറകെയുള്ള സംഗതികൾ പുറത്ത് കൊണ്ടുവരണം എന്നുള്ള കണ്ടീഷനിൽ ഷഫീന പ്രവർത്തിച്ചൊറ്റ കാര്യം കൊണ്ട് തന്നെ ആ ഒരു ചെറിയ ഫോൺ കോൺവെർസേഷൻ അതെന്തായിരുന്നു റീസൺ എന്നുള്ളത് നമുക്ക് കടക്കാം. കാരണം ഇവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ന് ഉദയഗിരിജയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ആ വീഡിയോയിൽ ചില പോർഷൻസാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. 2 കാര്യമാണ് ഈ വിഷയം ഫസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വന്ന സമയത്ത് ഡിസ്കസ് ചെയ്തിരുന്ന കാര്യമാണ്. പിന്നെ ഇവൻ മകൻ കല്യാണം കഴിച്ചിട്ടുള്ള പോക്സോ ആയതുകൊണ്ട് ഇനി പേര് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. മകൻ കല്യാണം കഴിച്ചിട്ടുള്ള അനാഥാലയത്തിലുള്ള അന്തേവാസിയായിട്ടുള്ള ആ ഒരു പെൺകുട്ടി, ഈ പെൺകുട്ടിയുടെ കുഞ്ഞ് ജനിക്കുന്ന കാര്യം റിലേറ്റഡ് ആയിട്ടാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു എക്സ്പ്ലനേഷൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോസിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് CWCന് കേസ് എടുത്തിട്ടുണ്ട്, പോക്സോ കേസ് എടുത്തിട്ടുണ്ട്. പക്ഷേ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള റിപ്പോർട്ട്സാണ് വന്നിട്ടുള്ളത്. ന്യൂസ് ചാനൽസ് എല്ലാം, ഈ യൂട്യൂബേഴ്സ് എല്ലാവരും ഡിസ്കസ് ചെയ്ത ഒറ്റ കാര്യം കൊണ്ട് തന്നെ മെയിൻ സ്ട്രീം മീഡിയയ്ക്ക് ഇത് ഏറ്റെടുക്കേണ്ടി വന്നു. വേറെ മാർഗം ഉണ്ടായില്ല. അപ്പോൾ ഒരു കാര്യം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. 18 വയസ്സിന് മുന്നേ ഈ കുട്ടി ഗർഭിണിയായിരുന്നു എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഫേർദറായിട്ട് ഇതിലൊരു നടപടി ഉണ്ടാവാത്തതെന്നുള്ള കാര്യം ഏകദേശം നമുക്ക് ഊഹിച്ചാൽ അറിയാം. കാരണം വെച്ചാൽ സീക്രട്ട് ഏജൻറ്റിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് ഞാനും ചെയ്തിരുന്നു. ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ട് ആൾക്കാരും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള കേസുകൾ എവിടെയും എത്താൻ പോണില്ല എന്നുള്ളൊരു സംഗതി. ഓക്കെ, എന്തായാലും ഇവരുടെ വീഡിയോ ക്ലിപ്പിൽ ഇവർ 2 കാര്യം സംസാരിക്കുന്നുണ്ട്. ഒന്ന്, ഇവർ പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. ഒന്ന്, കെന്നഡി ചാക്കോ പിന്നെ പുള്ളിക്ക് അന്ന് തന്നെ അറിയാമായിരുന്നു ഈ കുട്ടി 18 വയസ്സിന് മുന്നേ ആകുമ്പോൾ തന്നെ ഈ ഗർഭിണിയായിരുന്നു, അതൊക്കെ അറിയാമായിരുന്നു. പക്ഷെ അപ്പം തന്നെ ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് റിയാക്ട് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, എന്നാൽ പിന്നെ അന്ന് എന്തുകൊണ്ട് അയാൾ പ്രതികരിച്ചില്ല. അങ്ങനത്തെ
ആൾക്കാരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ചിട്ടുള്ള ലൂപ്പ് ഹോൾസിലാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ ഇവരുടെ വീഡിയോ പ്ലേ ചെയ്യാം. എന്താണ് ഈ ഒരു പെൺകുട്ടി റിലേറ്റഡ് ആയിട്ട്, അതായത് 18 വയസ്സിന് പിന്നെ മുന്നേ ഗർഭിണിയായിട്ടുള്ള പെൺകുട്ടി, അതായത് ഇവരുടെ മകൻ കല്യാണം കഴിച്ചിട്ടുള്ള ആ പെൺകുട്ടി റിലേറ്റഡ് ആയിട്ട് എന്താണ് ഇവർക്ക് പറയാനുള്ളത് നോക്കാം. എല്ലാവർക്കും അറിയേണ്ടത് അനാമിക വിഷ്ണുവിന്റെ കാര്യമല്ലേ. അനാമിക എന്ന് വെച്ചാൽ അവൾക്ക് 18 വയസ്സാവുന്നതിന് 2-3 മാസം, 3-4 ഒരു എൻ്റെ ഉണ്ണി ഗൾഫിൽ നിന്നൊക്കെ വരുന്നതിന് മുന്നേ തന്നെ എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു. അവളുടെ കാര്യം ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾക്ക് സർവ്വ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു ഞാനിവിടെ. എന്ന് വെച്ചാൽ നാളെ സമയത്ത് 18 വയസ്സ് കഴിയുമ്പോൾ എൻ്റെ മരുമോളാക്കാം എന്ന രീതിയിൽ അവളെ ഞാൻ എൻ്റെ മോളായിട്ട് തന്നെ അങ്ങ് എടുത്തായിരുന്നു. അപ്പോഴും കല്യാണത്തിന് മുന്നേ തന്നെ അതിവിടെ വന്നിട്ടുള്ള സ്പോൺസർമാർക്ക്, ഗസ്റ്റുകൾക്ക്, പിന്നെ ഡിപ്പാർട്ട്മെന്റ് ബേസിൽ ഓരോ ഫംഗ്ഷന് വന്നവർക്കെല്ലാം അറിയാം ഇവിടുത്തെ ഓരോ ഫംഗ്ഷനും കോർഡിനേറ്റ് ചെയ്യുന്നത് അനാമികയായിരുന്നു. അത്രയ്ക്ക് അവൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. 18 വയസ്സ് കഴിഞ്ഞിട്ട് അവര് തമ്മിൽ ഇഷ്ടപ്പെട്ടുള്ളൂ എന്ന് നിങ്ങൾക്കറിയുന്ന പോലെ എനിക്കും അറിയത്തുള്ളൂ. ഇന്ന് വരെ എൻ്റെ അടുത്തും അവരൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഞാനൊരു അമ്മയല്ലേ, എൻ്റെ അടുത്ത് എങ്ങനെയാ അവരെന്തെങ്കിലും പറയുമോ? എനിക്കറിയത്തില്ല. അതിപ്പം കേസായിട്ട് നടക്കും. അതിനെക്കുറിച്ച് കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. വളരെ വിനയത്തോടു കൂടിയാണ് അവർ സംസാരിക്കുന്നത്. ആസ് ഇഫ് ഒന്നും നടന്നിട്ടില്ല, അവരൊന്നും സംഭവിച്ചിട്ടില്ല, എനിക്കൊന്നും സംഭവിക്കാൻ വരാൻ പോകുന്നില്ല. പക്ഷെ വളരെ വിനയത്തോടു കൂടിയാണ് ഇവർ ഈ ഉദയകരിച്ച് വന്ന് സംസാരിക്കുന്നത് കണ്ടിട്ടല്ലോ. ഇവർ പറയുന്നത് ഇവർക്ക് അറിയായിരുന്നില്ല. പക്ഷേ ഈ വിനയൊക്കെ നമ്മൾ വിശ്വസിക്കണം അല്ലേ? കാരണം വെച്ചാൽ അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു ഇവർക്കെതിരെ പുറത്തു വന്നിട്ടുള്ളത്. ഇപ്പോഴും സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന അന്തേവാസികളും അവിടെ രക്ഷപ്പെട്ടു പോയിട്ടുള്ള കുട്ടികളും അവർ പറഞ്ഞിട്ടുള്ള വോയിസും അവർ പറഞ്ഞിട്ടുള്ള അവരുടെ ആൾക്കാർ പറഞ്ഞിട്ടുള്ള വോയിസും കാര്യങ്ങളും കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. എന്നിട്ട് വളരെ വിനയത്തോടു കൂടി ഇവർ വന്നിരുന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഒരു ചോദ്യം തിരിച്ചു ചോദിക്കാനുള്ള എന്താണെന്നറിയോ? മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ ഇതിന് കേസ് എടുത്തിട്ടുണ്ടല്ലോ. ഇവർ ഈ വീഡിയോയിൽ ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കി നോക്കൂ. നിങ്ങൾ ഈ ക്ലിപ്പിലൊരു കാര്യം സമ്മതിക്കുന്നുണ്ട്. സമ്മതിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നത് ആ കുട്ടി ഗർഭിണി ആയതിനെക്കുറിച്ച് അതിൻ്റെ കാര്യങ്ങൾ എനിക്കറിയില്ല, കൂടുതൽ കാര്യങ്ങൾ അത് അന്വേഷണത്തിലിരിക്കുന്നതായതുകൊണ്ട് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഷുവറാണല്ലോ, 18 വയസ്സിന് മുന്നേ ആ കുട്ടി ഗർഭിണിയായിരുന്നു. ഇനി ഇതിൽ DNA ടെസ്റ്റാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. DNA ടെസ്റ്റിൽ കറക്റ്റായിട്ട് വരും എന്നുള്ളത് പ്രതീക്ഷിക്കാം. അങ്ങനെ വന്നിട്ട് ഈ കുട്ടി ഇവരുടെ മകനാണ് അതിന് ഉത്തരവാദിയെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിൻ്റെ ബാക്കി അന്ന് പറഞ്ഞാൽ മതി. അതിന് സത്യത്തിൽ എനിക്കും അറിയാത്ത കാര്യം ഞാൻ ഇന്നും ഈ സമയത്തും ഞാൻ അനാമിയോട് ചോദിച്ചു. അവളൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് അതിലൊന്നും പറയാനില്ല. നിങ്ങൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ദി സോ കോൾഡ് യൂട്യൂബേഴ്സ്, എല്ലാ ബ്ലെയിമും ഇപ്പോൾ യൂട്യൂബേഴ്സിൻ്റെ തിരക്കാണല്ലോ. യൂട്യൂബേഴ്സ് ഈ ഒരു ഇതിൽ ചോദിക്കുന്നുണ്ട്, ഇവിടെ പോലീസില്ലേ, നിയമമില്ലേ, യൂട്യൂബേഴ്സാണ് ഇടപെടേണ്ടത്. ശരിയാണ്, യൂട്യൂബേഴ്സ് അല്ല ഇടപെടേണ്ടത്. പക്ഷെ ചില കാര്യങ്ങളിൽ യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളുടെയും വോയിസാണ്. 4 ആളിലേക്ക് എത്തി. ന്യൂസ് ചാനൽസിലൂടെ എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ എത്തിക്കുന്നത്? അപ്പോൾ ന്യൂസ് ചാനൽസിനെ മാത്രമേ നിങ്ങൾ അംഗീകരിക്കുള്ളൂ? യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് പല കാര്യങ്ങളും ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ അവരവരുടെ അക്കൗണ്ടുകളിലൂടെ സമൂഹ മധ്യത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കുന്നത്. അവിടുന്നാണ് മെയിൻ സ്ട്രീം ചാനൽസൊക്കെ ഇത് എടുത്തിട്ട് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ യൂട്യൂബേഴ്സ് ഇത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇൻകത്തിന് വേണ്ടി ചെയ്യുക, അതൊരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റാണ്. പക്ഷേ ഇവരിത് അതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും അവർക്ക് തടി തപ്പാൻ കഴിയില്ല. കാരണം വെച്ചാൽ കാര്യം ഗൗരവമുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലും പിന്നെ ഇവരുടെ ഹോൾഡും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് എവിടെ എത്തും എന്നുള്ളത് അറിയില്ല. പറയാതെ എങ്ങനെയാണ് ഞാൻ അറിയുന്നത്? അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. പിന്നെയെന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് ആരോപണങ്ങൾ എൻ്റെ മേലിൽ അടിച്ചേൽപ്പിക്കുന്നു. ഈ നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞൊരു തെറ്റ് ചെയ്താൽ ഇവർ പറഞ്ഞൊരു വർത്താനുണ്ട്. ഇവരുടെ ഒരു വീഡിയോ ഉണ്ട്. അതായത് എന്താണ്, കുട്ടി പ്രീമച്വർ ബേബി ആയിരുന്നു അല്ലേ, പ്രസവിച്ചത് പ്രീമച്വർ ബേബി ആയിരുന്നു. എന്തൊക്കെ ഡ്രാമയാണ്. ഇപ്പം എന്നിട്ട് ഒന്നും അറിയാത്ത രീതിയിൽ ഒന്നും അറിയില്ല ഇവർക്ക്. അത് വീട്ടിലെ അച്ഛനും അമ്മയോടും പറയുമോ? നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു തെറ്റ് ചെയ്യാൻ നമ്മൾ അനുവദിക്കുമോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഞാനൊരു അമ്മയാണ്. ഞാൻ അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്യാനെ കൊണ്ട്, ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തുന്ന ഞാൻ അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്യാൻ ഞാൻ അനുവദിക്കൂ? ഒരു പക്ഷെ അങ്ങനെ ഒരു തെറ്റ് വന്നു എനിക്കത് അറിയാമെന്നുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നം ഇവിടെ ഉണ്ടാകുമോ? അതുണ്ടാവാതിരിക്കാൻ ശ്രമിക്കത്തില്ലേ? പച്ചപ്പാവലെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ഇവരെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീണ്ടും ഇവിടെ പ്ലേ ചെയ്യുന്നില്ല. ഈ വക ഇവരെക്കുറിച്ച് കേട്ടിട്ടുള്ളതൊക്കെ എൻ്റെ ചെവി എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വരിക. അതുകൊണ്ട് കോൺസെൻട്രേഷൻ പോവുകയാണ്. സത്യം പറഞ്ഞാൽ ചില വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് സംസാരിക്കുന്നതിന് കോൺസെൻട്രേഷൻ വേണം. ഞാൻ പെട്ടെന്ന് ഇവരുടെ കാര്യം നോക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ ഇവരെക്കുറിച്ച് കേട്ട വോയിസ്
അവിടുത്തെ ആൾക്കാർ പറഞ്ഞ സംഗതിയൊക്കെ കേൾക്കുന്ന സമയത്ത്. അപ്പൊ നിങ്ങളത് എന്നെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കണം. ഒരു അമ്മയുടെ അവസ്ഥ നിങ്ങളത് മനസ്സിലാക്കണം. അനാമിക വിഷ്ണുവിന്റെ കാര്യം എനിക്ക് അറിയാവുന്ന കാര്യമല്ല. എനിക്കറിയാത്ത കാര്യത്തിന് എന്നെ പ്രതിപട്ടിയെ ചേർത്തിട്ടില്ല. ഞാൻ അറിയാത്തൊരു കാര്യത്തിന് ഞാൻ എങ്ങനെ ശിക്ഷ ഞാൻ വാങ്ങും? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ഒരു സ്ഥാപനം നടത്തുന്ന ഡയറക്ടർ എന്ന നിലയ്ക്ക് അറിഞ്ഞുകൊണ്ട് ഞാനൊരു തെറ്റ് ചെയ്യുമോ? എനിക്കറിയില്ല ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് എനിക്കറിയത്തില്ലേ. അപ്പൊ ഞാൻ അവരങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങൾക്കറിയില്ല തെറ്റ് ചെയ്യോ ചെയ്യില്ലേ എന്നുള്ളത്. എന്താ ചോദ്യം ചോദിക്കുന്നേട്ടോ? നമ്മളോടാ ചോദിക്കുന്നത്. ഇതൊക്കെ നോക്കേണ്ടത് നമ്മളാ അല്ല പ്രേക്ഷകരാ. ഇവരുടെ കമൻറ്റ് ബോക്സിൽ കംപ്ലീറ്റ് പോസിറ്റീവ് കമൻസ് ഉണ്ട്. വളരെ വിരളമായിട്ടേ മോശം കമൻസ് ഉള്ളൂ. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇവർ ഈ ചെയ്ത വീഡിയോൻ്റെ അടിയിൽ കമൻസ് ഇത്രയും ദിവസം ഈ ഒരു സമൂഹം കംപ്ലീറ്റ് ഇവർക്കെതിരെ നെഗറ്റീവ് കമൻസ് ഇട്ടതിന് സ്ഥാനത്ത് പെട്ടെന്ന് ഇവരൊരു വീഡിയോ ഇടുമ്പോൾ അതിൽ കുറച്ച് പോസിറ്റീവ്, ഒരുപാട് കമൻസ് ഒന്നും ഇല്ല, അതിൽ പോസിറ്റീവ് കമൻസ് വരിക, വളരെ കുറച്ച് നെഗറ്റീവ് കമൻസ് വരിക എന്ന് പറഞ്ഞ സമയത്ത് കുറച്ചൊക്കെ അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. അതിന് കൂട്ട് നിൽക്കുവോ? ഇപ്പൊ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാവുമോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങൾ നിൽക്കുവോ? ഉണ്ടാവുമോ? വിനയം തുളുമ്പിയിട്ടേ പോട്ടെ. എന്തായാലും കാലം തെളിയിക്കുമെന്നറിയില്ല. നമ്മളെല്ലാത്തിനും ജനറലായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് പറയില്ലേ, കാലം തെളിയിക്കട്ടെ. പിന്നെ ഇതിൽ രണ്ടാമത് സംസാരിക്കാനുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെഫീന ബീവിയുടെ ഇൻവോൾവ്മെൻറ്റിൽ അവരുടെ ഭാഗത്തു നിന്ന് ഒരു കോൾ പോയല്ലോ അവർക്ക് ഫസ്റ്റ് ടൈം. ഞാൻ ആ വീഡിയോ കണ്ട സമയത്ത് തന്നെ അന്ന് ഞാൻ പറഞ്ഞതാണ്. മനസ്സിലായി, അവരുടെ ഭാഗത്ത് നിന്ന് അവരങ്ങനെ ആ ഒരു വോയിസ് ഒരു ചോദിച്ച സംഭവം എന്തുകൊണ്ടോ അത് നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. സംഗതി എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ആ വോയിസ് ഇവരുടെ ക്ലിപ്പ് പ്ലേ ചെയ്യുക, അതിൽ ഇതുണ്ട്. എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാം. ഇത് ആദ്യമായിട്ട് ഉണ്ടാവാനുള്ളൊരു കാരണം ഈ യൂട്യൂബർമാർ ഇത് ഏറ്റെടുക്കാനുള്ള കാരണം ഷഫിന ബീബി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ, എൻ്റെ ഇപ്പോഴത്തെ ഹസ്ബൻഡ്. ഫസ്റ്റ് ഓഫ് ഓൾ യൂട്യൂബർമാർ ഇത് ഏറ്റെടുക്കാനുള്ള കാരണം ഷെഫീന ബീവി അല്ല. യൂട്യൂബർമാർ ഇത് ഏറ്റെടുക്കാനുള്ള കാരണം നിങ്ങളുടെ വീഡിയോ, ഷീ ടോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലാണ് ഫസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അവർക്ക് നിങ്ങളുടെ വീഡിയോ കണ്ട സമയത്ത് ആ ലേഡിക്ക് തോന്നിയൊരു സംശയമാണ്. ഞാൻ പോലും വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഇനീഷ്യലി അവർ വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഷീ ടോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ അവർക്ക് തോന്നിയിട്ടുള്ള ഒരു സംശയമാണ്. ആ സംശയം ആണ് നിങ്ങൾ തന്നെ പുറത്തു വിട്ടിട്ടുള്ള നിങ്ങളുടെ വളകാപ്പ് വീഡിയോ. അപ്പം എന്താ പറയുക, ഓവറായിട്ട് ഇത് കൂടിപ്പോയി. കാണുന്ന ജനങ്ങൾ കംപ്ലീറ്റ് പൊട്ടന്മാരാണല്ലോ, അങ്ങനെയാണല്ലോ വെപ്പ്. അപ്പോൾ ആ ഒരു ഇതിൽ നിങ്ങളങ്ങോട്ട് ഓവർ കോൺഫിഡൻസിൽ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ഇട്ട സമയത്ത് ഷീ ടോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ചാനലിന് അവർക്ക് തോന്നി, ആ ലേഡിക്ക് തോന്നിയൊരു സംശയമാണ്. പിന്നീട് അവിടെ നിന്നാണ് ഇതൊരു മാലപ്പടക്കമായിട്ട് വന്നിട്ട് ഇങ്ങനെ പൊട്ടാൻ തുടങ്ങിയത്. പക്ഷേ പിന്നീടാണ് ഷെഫീന ബീവി ഇതിൽ വന്നത്. പിന്നെ ഇവരാണ് അത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് സത്യം. പക്ഷെ അതിനിടയ്ക്ക് അവരൊരു കോൾ ചെയ്തിട്ടുണ്ട് ഇവർക്ക്. എന്നിട്ട് ഒരു 2 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ അതിനനുസരിച്ച് ഷെഫീന ഇനീഷ്യലി ഇതിൽ ഞാൻ ആ വോയിസ് പ്ലേ ചെയ്യാം, അതിനുശേഷം സംസാരിക്കാം. എൻ്റെ രണ്ടാം കല്യാണം കഴിഞ്ഞ് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. എൻ്റെ ഇപ്പോഴത്തെ ഹസ്ബൻഡ് 6-7 വർഷത്തിന് മുന്നേ കുറച്ച് പൈസ എങ്ങോട്ട് കൊടുക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ, ഒരു വോയിസ് നിങ്ങൾ കേട്ട് കാണും. ആ വോയിസ് ഞാനിപ്പോൾ ഒന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. എന്റെ ചാനല് ഷെഫീന ബീവി തന്നെയാണ് ചാനൽ പേര്. മാഡം തിരക്കിലാണോ? ശകലം, കുഴപ്പമില്ല, പറഞ്ഞോ. എവിടെയാ ഇതിന്റെ ലൊക്കേഷൻ? ഈ ഓർഫനേജിന്റെ തേപ്പുപാറ, ഏഴംകുളം തേപ്പുപാറ, SNIT കോളേജിന്റെ അടുത്ത്. SNIT കോളേജ്, SNIT ഏഴംകുളം. മാഡം ജില്ല? പത്തനംതിട്ട. ജീവമാതാ കാരുണ്യ ഭവനെ കയറി നോക്കിയ ഗൂഗിൾ കൊടുത്തിട്ടുണ്ട്, ഗൂഗിൾ മാപ്പ് ഉണ്ട് അതിനകത്ത്. എനിക്ക് ഒരു അജിതയെ മാഡത്തിന് അറിയോ? ഒരു അജിതയെ? അറിയാലോ. അജിത് കുമാരിയാണോ? അറിയാം. അവരെ പറ്റി ഒരു വിഷയം സംസാരിക്കാനാണ് താല്പര്യമാണ്. അതൊരു കോംപ്രമൈസ് ആണ് അവര് ഉദ്ദേശിക്കുന്നത്. അജിതയോ? അജിതയ്ക്ക് മാഡത്തിന്റെ ഹസ്ബൻഡില്ലേ ഇപ്പോ കല്യാണം കഴിച്ച ആള്, പുള്ളി കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂ അവരുമായിട്ടുണ്ടത്രേ. അപ്പം അവർക്ക് ഉണ്ടായ നഷ്ടം പുള്ളി കൊടുക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവരത് സീനാക്കും എന്നാ പറയുന്നേ. അത് അവര് തമ്മിലല്ലേ, അത് അവര് സംസാരിക്കാൻ പറയാം. എന്നെ എന്തിനാ വിളിക്കുന്നേ? അവര് എത്തിപ്പെടുന്നത് ആ മറ്റേ ടീമിന്റേതാകുമ്പോൾ ഇതൊന്നുമില്ല. ഒരു 2 months മാക്സിമം ഒരു 3 months നിങ്ങൾ ഏറി പോകും. പിന്നെ നിങ്ങൾക്ക് നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും. പക്ഷെ പൂർണ്ണമായും
അവർ നാണം കെടുത്തും. കാരണം അവർ തന്നിരിക്കുന്ന വോയിസ് ഞാൻ ഒരെണ്ണം അങ്ങോട്ട് ഇട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. മകനെ പറ്റി പറയുന്നുണ്ട്, ഈ കുട്ടി പ്രീമെച്യൂർ ആവുന്നതിന്, അതായത് 18 ഈ അജിത തന്നെ പറയുന്നതാണ്. യെസ്, ഈ ഒരു വോയിസ് അന്ന് ഇറങ്ങിയ സമയത്ത് ഞാൻ നമ്മുടെ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു. എനിക്ക് ഈ വോയിസ് ഷെഫീന തന്നെ അവരുടെ ചാനലിൽ വന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് തോന്നിയ കാര്യം ഫസ്റ്റ് തിങ് എന്താ അറിയോ, അത് ശരിയായില്ല സംസാരിച്ച്, സ്വയം കുഴി കുഴിച്ച പോലെ തോന്നി. കാരണം വെച്ചാൽ ഇത് അവർക്കൊരു ബോൾ ഇട്ട് കൊടുത്ത പോലെ തോന്നി അടിക്കാൻ. കാരണം എന്താ അറിയോ, ഇതിലൊരു ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ സ്വരം പോലെ വേണമെങ്കിൽ ആൾക്കാർക്ക് തോന്നാം. പക്ഷേ ഷെഫീന ഇനീഷ്യലി ഇത് ചെയ്യാനുള്ള റീസൺ അവർ തന്നെ എക്സ്പ്ലനേഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഷെഫീന ഇത് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇവർ ഫസ്റ്റ് ഇതിൽ കണ്ടിരുന്നത്, ഈ ഒരു ഇഷ്യൂവിൽ കണ്ടിരുന്നത്, നമ്മളൊക്കെ ഇതിൽ സംസാരിച്ചിട്ടുള്ള അല്ലെങ്കിൽ മറ്റു ഷീ ടോക്സ് ആണെങ്കിലും അവർ സപ്പോർട്ട് ചെയ്തവരും ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്തതും, അപ്പോൾ നമ്മളൊരു സോഷ്യൽ ഇഷ്യൂവിൽ റിയാക്ഷൻ എന്നുള്ള പോലെയാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഷെഫീന ഈ കാര്യത്തിൽ ഇടപെട്ട സമയത്ത് അവർ വിചാരിച്ചത് എന്താ വെച്ചാൽ, ഈ സ്ത്രീ രണ്ടാമത് കല്യാണം കഴിച്ചിട്ടുള്ള ആ ചങ്ങാതിനെ ആദ്യ ഭാര്യ, മുന്നുള്ള ഭാര്യനെ, ആദ്യ ഭാര്യ തോന്നുന്നത് മുന്നുള്ള ഭാര്യയ്ക്ക് ഉണ്ടായിട്ടുള്ള ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഷെഫീന ഒരു മീഡിയേറ്ററായിട്ട് നല്ലൊരു ഒരു ഗുഡ് ഫെയ്ത്തിൽ ചെയ്യാന്നുള്ള കണ്ടീഷനിലാണ് അവർ ചെയ്തത്. പക്ഷേ അവരുടെ ഈ വോയിസ് ക്ലിപ്പ് ഷെഫീന തന്നെയാണ് പുറത്ത് വിട്ടിട്ടുള്ളത്. പക്ഷേ ആ വോയിസ് ക്ലിപ്പ് കേട്ട് കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും, പ്രത്യേകിച്ച് 3 മാസം നിങ്ങൾ എയറിൽ കയറും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതൊരു ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ രീതിയിലുള്ള ടോണാണ്. പക്ഷേ കാര്യങ്ങൾ ഇവരന്ന് യെസ് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഷെഫീന ഈ ഒരു കേസ് എടുത്ത് മുന്നോട്ട് പോകാൻ ചാൻസ് ഇല്ല. കാരണം അന്ന് അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരിക്കാം, എനിക്കതാ തോന്നുന്നത്. ഒരു പക്ഷേ ചിലപ്പോൾ മുന്നോട്ട് പോകും. പക്ഷേ എവിടെയോ ഒരു ദൈവത്തിൻ്റെ കരങ്ങൾ എന്നൊക്കെ പറഞ്ഞ മാതിരി ഇവരുടെ മോശം സമയം, ഞാൻ അങ്ങനെ തന്നെ പറയും. കാരണം എന്താ വെച്ചാൽ എവിടെയോ ഒരു ചെറിയൊരു എലിമെൻ്റ് ഓഫ് എന്താ പറയുക, ഒരു ഹാൻഡ് ഓഫ് ഗോഡ് ഉണ്ട്. അതാണ് അന്ന് ഇവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തിരുന്നൊരു സിറ്റുവേഷൻ വന്നതും നേരതായതും. അതിന് ശേഷം പിന്നീട് അവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഷെഫീന ബീവി എന്ന ചാനലിലൂടെ കണ്ടതാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ബ്രേവായിട്ട് ഈ ഒരു വിഷയത്തിൽ സംസാരിച്ചൊരു വ്യക്തി അവരാണ്, ഏറ്റവും കൂടുതൽ. കാരണം എനിക്ക് തോന്നുന്നു അവർക്ക് പിന്നെ അത്യാവശ്യം അവരുടെ ലൈഫിന് തന്നെ ത്രെട്ട് ഉണ്ടായിരിക്കും, ഡെഫിനറ്റ്ലി ഇല്ലാതിരിക്കില്ല. കാരണം അവർ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇടപെടുന്നത്. അവർ അങ്ങനത്തെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ, ഒരു മോർ ദാൻ എ കോണ്ടന്റ് ക്രിയേറ്ററാണ് അവർ. പക്ഷെ എന്തായാലും ഈ ഒരു വോയിസ് കേട്ട സമയത്ത്, ഞാൻ അന്നും ഇതിനെക്കുറിച്ച് സംസാരിച്ചു, ഈ ഒരു വോയിസ് കേട്ട സമയത്ത് ഇത് പൊക്കി പിടിച്ച് വരുന്നുള്ള കാര്യം 100% ഷുവർ ആയിരുന്നു. പക്ഷെ പൊക്കി പിടിച്ചിട്ട് വന്നിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഏകദേശം മനസ്സിലായി. ഇനി നിയമത്തിൻ്റെ വഴിയും പരിപാടിയും കാര്യങ്ങളൊക്കെ നെക്സ്റ്റാണ്. പക്ഷേ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഒരു മെജോറിറ്റി ഓഫ് കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്ന ന്യൂട്രലായിട്ടുള്ള ഒരു ക്രൗഡിന്, അല്ലെങ്കിൽ ഇവരെ സ്നേഹിച്ച ആൾക്കാർക്ക് തന്നെ ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. അപ്പം ആ വോയിസ് പറഞ്ഞേക്കുന്നു 2 ലക്ഷം രൂപ ഞാൻ സെറ്റിൽമെന്റ് 2 ലക്ഷം രൂപ ചോദിച്ചത്. സെറ്റിൽമെന്റ് കൊടുത്താല് അവര് ഇതിനകത്തൊന്നും ഇടപെടത്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ എന്നെ ഏറി കയറ്റും, 2-3 മാസം എന്നെ ഏറി കയറ്റും, എന്നെ നാറ്റിക്കും, സ്ഥാപനം പൂട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചു. അപ്പൊ ഈ 2 ലക്ഷം രൂപ അജിത എന്ന് പറയുന്നൊരു സ്ത്രീക്കാ എന്റെ ഹസ്ബൻഡ് കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു. യൂട്യൂബർ ആണോ ഈ പൈസ വാങ്ങിച്ചു കൊടുക്കേണ്ടത്? അജിതയ്ക്ക് പൈസ കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അജിത കോടതി പോകണം, പോലീസ് സ്റ്റേഷനിൽ പോകണം. യൂട്യൂബർമാര് ഇടയ്ക്ക് നിന്ന് ആ പൈസ വാങ്ങിച്ചു കൊടുക്കാൻ അങ്ങനൊരു നിയമമുണ്ടോ? എനിക്കറിയത്തില്ല. എന്നെ വിളിച്ച് സംസാരിച്ചതിന്റെ വോയിസ് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്കത് കേൾക്കാം. ഞാന് ഈ രണ്ടാമത് എന്റെ കല്യാണത്തിന് ശേഷമുള്ള കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞാൽ പോരെ എന്ന് ഞാൻ ആ ഷഫീന ബീവിയോട് ചോദിച്ചത്. പുള്ളിക്കാരി പറഞ്ഞു എന്നെ ഒരുപാട് വോയിസ് ഉണ്ട്, എന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തോന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞു. അത് ഞാൻ ചെയ്തത് തെറ്റാണോ? ഇനിയിപ്പോൾ നിയമത്തിൻ്റെ കയ്യിലാണ് അതൊക്കെ എവിടേക്ക് എത്തുന്നുള്ളത്. ഇപ്പോൾ യൂട്യൂബർമാരാണോ തീരുമാനിക്കുന്നത് വെച്ചാൽ യൂട്യൂബർമാരൊന്നല്ല തീരുമാനിക്കേണ്ടത് പോലീസും നിയമമൊക്കെ തന്നെയാണ്. പക്ഷേ അവരിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.